ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സ്ഥിര നിയമനമാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. എല്ലാ ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് വിവിധ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 25/11/2024 മുതലാണ്. 10/1/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നിയമന രീതി വരുന്നത് നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് www.cseb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 15/2024 ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കൂടാതെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ശമ്പളം 14,270 മുതൽ 51,650 രൂപ വരെയാണ് ലഭിക്കുന്നത്. അടുത്തത് അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 12/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC&BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുമുള്ള BSc അല്ലെങ്കിൽ MSc സഹകരണം ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദവുമാണ്. 15 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. മാസശമ്പളം 14,690 മുതൽ 73,700 രൂപ വരെയാണ് ലഭിക്കുന്നത്. അടുത്തത് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC&BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. 262 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ശമ്പളം 14,270 മുതൽ 51,650 രൂപ വരെയാണ് ലഭിക്കുന്നത്. അടുത്തത് സെക്രട്ടറി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 11/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഡിഗ്രി വിത്ത് HDC&BM കൂടാതെ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള 7 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും കൂടാതെ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള 7 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ MCom വിത്ത് ഫിനാൻസ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ വിത്ത് 3 വർഷത്തെ ബാങ്കിങ് സെക്ടറിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ വിത്ത് 7 വർഷത്തെ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. പത്തനംതിട്ട, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ശമ്പളം 10,000 മുതൽ 74,810 രൂപ വരെയാണ് ലഭിക്കുന്നത്. അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 14/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയിലുള്ള MSc ഉണ്ടായിരിക്കണം. ഡിസേബിൾ ക്വാളിഫിക്കേഷന് റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ശമ്പളം 24,730 മുതൽ 68,810 രൂപ വരെയാണ് ലഭിക്കുന്നത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് പരീക്ഷാ കേന്ദ്രം എറണാകുളം ജില്ലയിൽ മാത്രമാണ് ഉണ്ടായിരിക്കുക. അടുത്തത് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ വരുന്നത് 16/2024 SSLC അഥവാ തത്തുല്യ യോഗ്യതയും KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. 18,300 മുതൽ 46,830 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് പരീക്ഷാ കേന്ദ്രം പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഉണ്ടായിരിക്കുക. അടുത്തത് ജനറൽ മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 17/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കൂടാതെ ബിസിനസ് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കുന്ന യോഗ്യത അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ സ്ഥാപനത്തിലെ അംഗത്വമോ അല്ലെങ്കിൽ കൊമേഴ്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി MCOM ഫിനാൻസ് ICWAI അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളത് പ്രത്യേക യോഗ്യതയുമായിരിക്കും. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, സഹകരണം, സാമ്പത്തിക ശാസ്ത്രം, ഫിനാൻസ്, നിയമം എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിൽ കൂടുതലോ വിഷയങ്ങളിലുള്ള പ്രത്യേക അറിവ് അല്ലെങ്കിൽ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതു അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകളിൽ ഭരണനിർവഹണ വിഭാഗത്തിലോ മേൽനോട്ട തസ്തികയിലോ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ശമ്പളം 31,050 മുതൽ 86,450 രൂപ വരെയാണ് ലഭിക്കുന്നത്. ജനറൽ മാനേജർ തസ്തികയിലേക്കും പരീക്ഷാ കേന്ദ്രം പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് വരുന്ന പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 മുതൽ 40 വയസ്സ് വരെയാണ്. 1/1/2024 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവും മറ്റ് പിന്നാക്ക വിഭാഗത്തിന് വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നത്. ഇനി സഹകരണ പരീക്ഷ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷ 80 മാർക്കിനാണ് ഉണ്ടായിരിക്കുക. ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത സംഘത്തിലെ അഭിമുഖം പരമാവധി 15 മാർക്കിനായിരിക്കും. അതിനാൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം 3 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 12 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനാണ് ലഭിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സുളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസ് അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിലെ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 10/1/2025 വരെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.